ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്ന വീഡിയോ പറയുമ്പോൾ നമുക്കൊരു ഫ്യൂൽ പമ്പ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് കസ്റ്റമർ കൊറിയർ അയച്ചു തന്നെയാണ്. ഇത് ഹീറോ എക്സ്പൾസ് BS6-ൻ്റെ ഫ്യൂൽ പമ്പാണ് വന്നേക്കുന്നത്. ഇതിന് ഫ്യൂൽ പമ്പിന് കംപ്ലൈൻറ്റ് പറഞ്ഞ കസ്റ്റമർ പറഞ്ഞ് പമ്പ് വർക്ക് ആവുമെന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്യൂൽ പമ്പ് നമ്മൾ അടിച്ച് റിപ്പയർ ചെയ്തതിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആണ്. ചെക്ക് ചെയ്തപ്പോൾ മോട്ടർ നമ്മൾ മാറാൻ പോവാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫ്യൂൽ പമ്പ്, അതായത് കസ്റ്റമർ ഇങ്ങനെ കൊറിയർ ചെയ്ത് തന്നേക്കുവാണ്. ഓൾറെഡി ഞാൻ അയച്ച് ചെക്ക് ചെയ്ത് നോക്കിയതായിരുന്നു മോട്ടർ കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. അതിനുശേഷം ഞാൻ സാധനം ഓർഡർ ചെയ്തെടുത്തിട്ടുണ്ട്, പമ്പിൻ്റെ മോട്ടർ. ഇതാണ് നമ്മുടെ ഫ്യൂൽ പമ്പ് വരുന്നത്. ഇതാണ് പമ്പ് വരുന്നത്. ഈ പമ്പിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ മോട്ടർ ഇരിക്കുന്നത്. ഇതിനുള്ളിലാണ് മോട്ടർ ഇരിക്കുന്നത്. പമ്പ് നമുക്ക് ഇളക്കിയിട്ട് നോക്കണം. അപ്പോൾ അതുതന്നെ നമ്മുടെ പമ്പിൻ്റെ മോട്ടർ വന്നിട്ടുണ്ട്. കൂടെ തന്നെ ഫിൽറ്ററും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് വരുന്ന പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ വണ്ടി സൂട്ടാകും പറയുമ്പോൾ നമുക്ക് ഫ്യൂൽ പമ്പ് ഫിൽറ്റർ വന്നാൽ ഇവിടെ എക്സ്പൾസ് BS6 വണ്ടി സൂട്ടാകും. യമഹ ഫേസർ, FS V1 V2, അതുപോലെ തന്നെ നമുക്ക് ഈ മോഡൽസ് എല്ലാം സൂട്ടാവുന്ന ഒരു ഫ്യൂൽ പമ്പാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബുള്ളറ്റിനും BS4 മോഡലിൽ ബുള്ളറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിക്ക് ഹിമാലയ അങ്ങനെയുള്ള സൂട്ടാകുന്ന മോഡലാണ്. ആ ഒരു രീതിയിലാണ് സൂട്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലിനെല്ലാം ഒരേ ഫ്യൂൽ പമ്പിൻ്റെ മോട്ടറാണ് വരുന്നത്. നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എല്ലാ വണ്ടിക്കും. അപ്പം ഈ പേര് കൊടുത്തേക്കുന്ന എല്ലാ വണ്ടിയുടെയും പമ്പ് നമ്മൾ ഉറപ്പായിട്ടും ഈ മോട്ടർ ആവശ്യപ്പെട്ടവർക്ക്, കംപ്ലൈൻ്റ് ആയിട്ടുള്ളവർക്ക് നമ്മൾ മാറി റെഡിയാക്കി കൊടുക്കുന്നതാണ്, തിരിച്ച് കൊറിയർ അയച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ നല്ല ഇതിൻ്റെ ഒരു ഏകദേശം ഒറിജിനൽ ഫ്യൂൽ പമ്പിനെങ്ങാണ്ട് 7,000 രൂപ അടുത്ത് 7,000 റേറ്റ് വരുന്നുണ്ട്. ആ സ്ഥലത്ത് നമുക്ക് ഈ ഒരു ഇതിന് 3,000 രൂപ റേറ്റാണ്. അത് 2,800 നമുക്ക് വരുന്നുള്ളൂ ഫ്യൂൽ മോട്ടറിൻ്റെ റേറ്റ്. പിന്നെ നമ്മുടെ ലേബർ ചാർജും വരും. അപ്പോൾ ഏറ്റവും ലോ കോസ്റ്റിൽ തന്നെ നമുക്കിത് ഓയിൽ പാർട്സ് വരുന്ന ആ സെയിം ഫ്യൂൽ പമ്പിൻ്റെ മോട്ടർ തന്നെയാണ് വന്നേക്കുന്നത്. ഓയിൽ തന്നെയാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, മറക്കാതെ. അപ്പോൾ ഈ ഫ്യൂൽ പമ്പ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫ്യൂൽ പമ്പിൻ്റെ പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തൊക്കെ വരും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യാം. പക്ക സീലായിട്ടാണ് സാധനം വന്നേക്കുന്നത്, ക്വാളിറ്റി രീതിയിലാണ്. ഇതാണ് നമ്മുടെ ഫ്യൂൽ പമ്പ് വന്നേക്കുന്നത്. പക്ക ക്വാളിറ്റിയാണ്. പക്ക ക്വാളിറ്റി നമുക്ക് വന്നേക്കാം സാധനം. അപ്പോൾ അതുപോലെ നമുക്ക് ഫ്യൂൽ ഫിൽറ്ററും വരുന്നുണ്ട്. മസ്റ്റായിട്ട് നമ്മൾ ഈ ഫ്യൂൽ പമ്പ് മാറുമ്പോൾ ഫ്യൂൽ പമ്പ് മോട്ടർ മസ്റ്റായിട്ട് നമുക്ക് ഫ്യൂൽ പമ്പ് മോട്ടർ മാറുമ്പോൾ ഫിൽറ്റർ മസ്റ്റായിട്ട് മാറി വിടുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്യണ്ടേ. നമുക്ക് ഫ്യൂൽ പമ്പ് ഒന്ന് അയച്ചു നോക്കിയാലോ. ഇതാണ് ഫ്യൂൽ പമ്പ്. അപ്പോൾ അയച്ചു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ശരിക്കും പ്രസ് ചെയ്ത് ഊരി എടുക്കാൻ പറ്റും. എന്നാലും ഈ ബോഡി കേസിന് ഡാമേജോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് തന്നെ എടുക്കണം. ഇങ്ങനെ ഫ്യൂൽ പമ്പ് വരുന്നത്. ഊരും നിങ്ങൾ കുറച്ച് ഓറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഊരി എടുക്കുക. ഫ്യൂൽ പമ്പാണിത്, അത് മീൻസ് മോട്ടറാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് ഊരിയുമ്പോൾ ഇങ്ങനെ പോരും. തിരിച്ച് കയറ്റുമ്പോൾ കണക്ഷനെല്ലാം അതുപോലെ പക്കയായിരിക്കണം. ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് പൊക്കിയെടുക്കാം. ഇത്രയുള്ള കാര്യം.
മോട്ടർ സെയിം ആണ്, ഇപ്പോൾ നോക്കിക്കണേ. നമ്മുടെ മോട്ടർ പക്ക സെയിം തന്നെയാണ്. വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല, പക്കയാണ് സാധനം. പക്കയാണ്. അപ്പം നല്ലൊരു നമ്മൾ ഈ ബോഡി കേസ് എല്ലാം നല്ല ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഫ്യൂൽ പമ്പ് ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ, മോട്ടർ ഫിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പാടില്ല. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റസ്റ്റ് ക്ലീനറാണ്. തുരുമ്പുള്ള ഭാഗങ്ങൾ ഫ്യൂൽ പമ്പ് ക്ലീൻ ചെയ്യാൻ ബെറ്റർ ആണ്. നമുക്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മോട്ടർ ചെക്ക് ചെയ്യാൻ പോകണം. ഇത് പുതിയ മോട്ടറാണ്. മോട്ടർ നമുക്ക് ചെക്ക് ചെയ്ത് കാണിക്കാം. ഇനി പവർ എങ്ങനെ കാണിക്കാം. നമുക്ക് ഇത് പോസിറ്റീവ്, നെഗറ്റീവ്. മോട്ടറിനെ ചാട്ടം കണ്ടറിയാൻ വേണ്ടി പവർ പക്ക പവറാണിത്. നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യാം. ഇത് വെട്ടി നമുക്ക് ഉള്ളിൽ ഓർഗിങ് കാര്യങ്ങളൊക്കെ വരുന്നത് പക്ക ആയിരിക്കണം. ഇത്തിരി കാര്യമില്ല, പമ്പ് പക്കയായിട്ട് കയറ്റിട്ടുണ്ട്. കണക്ഷൻ എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യമുള്ളൂ. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ഇത് അയച്ച് കമ്പനി ചെക്ക് ചെയ്ത് ക്ലിയറാക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമുക്കിനി വെച്ച് പെട്രോൾ വെച്ച് പമ്പിങ് എങ്ങോട്ടും ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ക്ലിയർ ഞാൻ കസ്റ്റമർക്ക് ഇത് ഡെലിവറി ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യുമ്പം ഈ ഫ്യൂൽ പമ്പ് മോട്ടർ മാറുന്നതിനെ കൂടുതൽ ഫിൽറ്ററും മാറണം മസ്റ്റായിട്ട്. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടി. ഫ്യൂൽ പമ്പെല്ലാം നമ്മൾ ഫുൾ പമ്പ് അസംബ്ലി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം പെട്രോൾ വെച്ച് ജസ്റ്റ് പമ്പിങ് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്നതാണ്. അതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇങ്ങനെയുള്ള പമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഉറപ്പായിട്ടും കൊറിയർ ചെയ്ത് തരിക. മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഫ്രണ്ട്സ് കുറേ ആണ്. അല്ലെങ്കിൽ പമ്പ് അടിച്ചു പോളിയാ, എന്തോ ചെയ്യാനളിയാ, എന്തോ ഇത്ര നല്ല അമൗണ്ട് ആവും. ചില 10,000 12,000 വരുന്ന പമ്പുകളുണ്ട്. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു 3,000 അല്ല കൂടി 3,000 പോട്ട് 4,000 രൂപയ്ക്ക് വേണമെങ്കിൽ വണ്ടി ചെയ്ത് കൊടുക്കാം. നോർമലി ഇതിൽ ഈ പമ്പ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഇതിലും കുറഞ്ഞ മോട്ടറിൽ കിട്ടും മേടിക്കാൻ. ഏകദേശം മാർക്കറ്റിൽ 1,500 1,500 സാധനം കിട്ടും. പക്ഷേ അതിനൊന്നും ഇത്രയും പവർ കാണത്തില്ല. അതായത് പ്രത്യേകത. അപ്പോൾ ഇത് നല്ലത് നോക്കി തന്നെ എടുക്കുക. അപ്പോൾ അത്യാവശ്യം ഇതിന് വില ഉണ്ടായിരുന്ന സാധനം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതിന് പവറും ഉണ്ട് മോട്ടറിന്. അത് വ്യത്യാസം നമുക്ക് മെയിൻ നമ്മൾ ഈ വ്യത്യാസങ്ങൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം ഉണ്ടാകും. ഇപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ഇത് നോക്കിക്കണ്ട് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഈ ഒരു ബ്രാൻഡ് സാധനം എടുക്കുന്നത്. സാധനം നമ്മൾ ചെയ്ത് കൊടുത്തതെല്ലാം പക്കയായിട്ട് സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പമ്പ് എടുക്കുന്നത്, പമ്പിൻ്റെ മോട്ടർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഉറപ്പാണ് ചെക്ക് ചെയ്ത് നോക്കി വീഡിയോ എന്തെങ്കിലും ഇടും.
എന്നിട്ട് നമുക്കത് അയച്ചു കൊടുക്കുന്നു കസ്റ്റമറിൻ്റെ റിവ്യൂ നമുക്ക് വൈകാതെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഷെയർ കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ചെക്ക് ചെയ്ത് നോക്കിയേക്കാം.